ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 16ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ധന വിലവർധന പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ജനപങ്കാളിത്തത്തോടെ കേരളത്തിലെ ഊർജ്ജ മേഖലയിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മലയാള സിനിമയിലെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി പി.സി. വിഷ്ണുനാഥ് ഇന്ന് ചർച്ച നടത്തും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 16ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും CPIയിലെ മുഹമ്മദ് മൊഹ്സീനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ മുഹമ്മദ് മൊഹ്സീന് 34 വോട്ടുകളാണ് ലഭിച്ചത്. 4 പേർ വോട്ട് ചെയ്തില്ല. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ഷാനിമോൾ ഉസ്മാനെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. സഭാ നടപടികൾ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് KN ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർധനവിൽ സംസ്ഥാനത്തെ 70,000-ഓളം ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർധനയിൽ പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഭയിൽ വ്യക്തമാക്കി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ ഇറക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഏത് തരത്തിൽ സംസ്ഥാനത്തിന് ഒരു നികുതി വരുമാന വർധനവ് ഉണ്ടായിട്ടുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ, ഇക്കോണമിയിൽ ഉണ്ടായിട്ടുണ്ട്, വിലക്കയറ്റം എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട്, ആ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ നമുക്ക് ഏതെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കണമെങ്കിൽ ഈ അനിശ്ചിതത്വം അവസാനിപ്പിക്കണം. കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരുന്നതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഗവൺമെന്റ് എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കും. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. TU കുരുവിള, KP ഉണ്ണികൃഷ്ണൻ, KP ധനപാലൻ എന്നിവർക്ക് സഭ ഇന്ന് ചരമോപചാരം അർപ്പിച്ചിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയും സഭയിൽ ഇന്ന് ആരംഭിക്കും. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സെക്രട്ടേറിയറ്റിൽ വിവിധ വകുപ്പ് സെക്രട്ടറിമാരുമായി ഇന്നലെ നടത്തിയ ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സെക്രട്ടേറിയറ്റിലെ പൊതുവായ പ്രശ്നങ്ങളും വിവിധ വകുപ്പുകളിലെ പ്രശ്നങ്ങളും മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. ജനപങ്കാളിത്തത്തോടെ കേരളത്തിലെ ഊർജ്ജ മേഖലയിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഇതിനായി ജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കും. കേരളത്തിന്റെ വൈദ്യുതി മേഖലയെ കൂടുതൽ കാര്യക്ഷമവും ജനസൌഹൃദവുമാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മലയാള സിനിമയിലെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി വകുപ്പ് മന്ത്രി പി.സി. വിഷ്ണുനാഥ് ഇന്ന് തിരുവനന്തപുരത്ത് ചർച്ച നടത്തും. അഭിനേതാക്കൾ, നിർമ്മാതാക്കൾ, വിതരണക്കാർ, തിയേറ്റർ ഉടമകൾ, സാങ്കേതിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര മേഖലയിലെ എല്ലാ പ്രമുഖ സംഘടനകളുടെയും പ്രതിനിധികളെ ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കർണാടക തീരത്ത് നാളെ മുതൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. കാലവർഷത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി പി.സി. വിഷ്ണുനാഥ്. കാലവർഷ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. ക്യാമ്പുകളിൽ ഭക്ഷണം, വെള്ളം, വൈദ്യുതി, മരുന്നുകൾ തുടങ്ങിയവ ലഭ്യമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു.
മഴക്കാല അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള നടപടികൾ വേഗതയോടെയും കൃത്യതയോടെയും സ്വീകരിക്കണമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ റോഡുകളുടെ ഭിത്തികൾ ശാസ്ത്രീയമായി സംരക്ഷിക്കാൻ ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വിഭാഗവും ശ്രദ്ധിക്കണമെന്ന് ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. രണ്ടാം വിളയിൽ സംഭരിച്ച നെല്ലിന്റെ വില വിതരണം സ്തംഭിച്ചതോടെ ആശങ്കയിലായിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ കർഷകർ. 350 കോടിയിലേറെ രൂപയാണ് സംഭരണ വിലയായി ജില്ലയിലെ കർഷകർക്ക് ലഭിക്കാനുള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് വില നൽകാൻ തീരുമാനിച്ചതിനെ തുടർന്ന് 29 സഹകരണ സംഘങ്ങളാണ് നെല്ല് വില വിതരണത്തിന് തുടക്കം കുറിച്ചത്. വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകണമെന്ന് കേരള ബാങ്ക് നിലപാടെടുത്തതോടെ ഭൂരിഭാഗം സഹകരണ സംഘങ്ങൾക്കും വില വിതരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാം വിള കൃഷിപ്പണികൾ ആരംഭിച്ചിട്ടും കൊടുത്ത നെല്ലിന്റെ വില ലഭിക്കാത്തതിനാൽ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. അതേസമയം വില വിതരണത്തിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് മാർക്ക് പരിശോധനയ്ക്കും ഉത്തരക്കടലാസ് പുനർമൂല്യനിർണ്ണയത്തിനുമായി പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കി CBSE. ഇന്നു മുതൽ ഈ മാസം 6 വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളും അപേക്ഷിക്കേണ്ട വിധവും വ്യക്തമാക്കുന്ന വീഡിയോ CBSE സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നിർദ്ദേശങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്നും ബോർഡ് അറിയിച്ചു. സംസ്ഥാനത്ത് +1 കോഴ്സിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷിക്കാം. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സുപ്രീം കോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചീഫ് ജസ്റ്റിസുമായുള്ള കൂടിയാലോചനകൾക്ക് ശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് പുതിയ ജഡ്ജിമാരെ നിയമിച്ചത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഭക്തരുടെ തിരക്കേറുന്നു. അക്കരെ കൊട്ടിയൂരിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം വെള്ളിയാഴ്ച നടക്കുന്ന തിരുവോണം ആരാധനയ്ക്ക് മുൻപായി പൂർത്തിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ബ്രാഹ്മണ സ്ഥാനികരുടെ നേതൃത്വത്തിൽ ഓട, മുള, ഞെട്ടിപ്പനയോല എന്നിവ ഉപയോഗിച്ചാണ് ശ്രീകോവിൽ നിർമ്മിക്കുന്നത്. ഞായറാഴ്ചയാണ് ഇളനീർ വെപ്പ്, തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. അക്കരെ കൊട്ടിയൂരിലേക്ക് നിരവധി ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഏറെ ആരാധകരുള്ള ആനകളായ അക്കാവിള വിഷ്ണുനാരായണനും കൊടുമൺ ശിവനുമാണ് ഇത്തവണ അക്കരെ കൊട്ടിയൂരിലെത്തിയത്. 2 ആനകളും ആദ്യമായിട്ടാണ് വൈശാഖോത്സവത്തിനായി കൊട്ടിയൂരിൽ വരുന്നത്. ശിവേലിക്ക് ദേവീദേവന്മാരുടെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത് ആനപ്പുറത്താണ്. ജപ്പാനിൽ നടക്കുന്ന പുരുഷ അണ്ടർ-18 ഏഷ്യ കപ്പ് ഹോക്കി 3-ാം പൂൾ A മത്സരത്തിൽ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. 1-നെതിരെ 4 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ജയത്തോടെ പൂൾ Aയിൽ കൊറിയയ്ക്കും ജപ്പാനുമൊപ്പം ഇന്ത്യ 6 പോയിന്റുമായി സമനിലയിലെത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 213 പോയിന്റ് നഷ്ടത്തിൽ 74,054-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 93 പോയിന്റ് നഷ്ടത്തിൽ 23,228-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,14,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. കേരള ലളിതകലാ അക്കാദമി മുൻ അംഗവും ചിത്രകാരനുമായ KV ദയാനന്ദൻ അന്തരിച്ചു. മലപ്പുറം പെരിങ്ങാവിലുള്ള വീട്ടിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം. ചിത്രകലാകാരന്മാരുടെ ഉന്നതിക്കു വേണ്ടിയും കുട്ടികളെ ചിത്രകല അഭ്യസിപ്പിക്കുന്നതിലും അദ്ദേഹം വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇടുക്കി കൊളുക്കുമലയിലെ സിംഹപ്പാറയിൽ നിന്നും കൊക്കയിലേക്ക് ചാടിയ യുവാവ് മരിച്ചു. ചെന്നൈ അഭിരാമപുരം സ്വദേശി N ദ്രാവിനേഷ് ആണ് മരിച്ചത്. 400 അടിയോളം താഴ്ചയിൽ നിന്നാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പത്തനംതിട്ട കോന്നി പൂങ്കാവ് SBI ബാങ്കിൽ തീപിടുത്തം. ഫയലുകൾ സൂക്ഷിക്കുന്ന റൂമിലാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഫയലുകളടക്കം കത്തിനശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ധനവില വർധന പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ജനപങ്കാളിത്തത്തോടെ കേരളത്തിലെ ഊർജ്ജ മേഖലയിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മലയാള സിനിമയിലെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി PC വിഷ്ണുനാഥ് ഇന്ന് ചർച്ച നടത്തും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.
കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.